നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യൻ മേഖല മുഴുവൻ BJPയുടെ ആധിപത്യം എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വഴിവിട്ട സഹായം ഉൾപ്പെടെ കോടതി നടപടികളുടെ പരസ്യമായ ലംഘനം ഉൾപ്പെടെ നടക്കുമ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യഥാക്രമം കോൺഗ്രസ് കേരളത്തിലും കർണാടകത്തിലും തെലങ്കാനയിലുമൊക്കെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ അധികാര തുടർച്ച കർണാടകയിലും തെലങ്കാനയിലും നിലനിർത്താനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അതായത് ദക്ഷിണേന്ത്യയിൽ BJPക്ക് കടന്നുകൂടാൻ പറ്റുന്നില്ല. ലോക്സഭയിൽ നാമമാത്രമായ മുന്നേറ്റം ചില മേഖലയിലൊക്കെ നടത്തുന്നുണ്ട്. കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ ലോക്സഭാ MP-മാരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ അത് ഫലവത്താകുന്നില്ല. BJP നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. നമുക്കറിയാം, പേപ്പർ ബാലറ്റ് സംവിധാനം തെലങ്കാനയിൽ ഉപയോഗിച്ച് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP 8 നില പൊട്ടിയ കാഴ്ചയാണ് കണ്ടത്. അവിടെ മുഖ്യ പ്രതിപക്ഷമായ BRS-നാണ് ചുരുക്കം ചില സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം കോൺഗ്രസ് തൂത്തുവാരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJPക്ക് EVM ഇല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലും പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ EVM എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്. EVM-ലൂടെ ഹാക്കിംഗ് നടക്കും, പ്രോഗ്രാമിംഗ് നടക്കും, അത്തരത്തിലുള്ള പല സിസ്റ്റമുണ്ട്. EVM-നെ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ചാണ്, സിസ്റ്റത്തിൽ നിന്നുമാണ് ഈ ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ പേപ്പർ ബാലറ്റ് സംവിധാനം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഒരേ രീതിയിൽ കൊണ്ടുവന്നാൽ BJP ഇക്കാണുന്ന സീറ്റുകൾ അത്രയും ജയിക്കുന്ന പോലെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നടക്കത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതെല്ലാം BJPയുടെ തട്ടിപ്പാണ് എന്ന് രേഖപ്പെടുത്താൻ കോൺഗ്രസ്സിന് അനായാസം കഴിയും എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. EVM-ൽ നടന്ന കള്ളക്കളിയുടെ എല്ലാ രീതിയിലുള്ള ദുരിതവും അതേ രീതിയിൽ എല്ലാ സാധാരണക്കാരും അനുഭവിച്ചത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ നോക്കൂ, അവിടെ EVM-ൽ കൃത്യമായിട്ട് നടന്ന തട്ടിപ്പിന് വിനയായി പോയത് എങ്ങനെയാണ്? 80 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ജയിക്കുമെന്ന് കൃത്യമായി കണക്കുണ്ടായി. എന്ന് വെച്ചാൽ 90-ൽ ബഹുഭൂരിപക്ഷ സീറ്റും തൂത്തുവാരുന്ന ഘട്ടം. അങ്ങനെ തന്നെയായിരുന്നു ഇലക്ട്രോണിക് വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ എന്ത് പറ്റി? പിന്നെ എങ്ങനെയാണ് താഴോട്ട് പോയത്? ഒരിടത്തും കാണാത്തൊരു ട്രെൻഡ് എങ്ങനെ വന്നു? ഇവിടെയാണ് കള്ളക്കളിയുടെ ആഘാതം എത്രത്തോളം ഭയാനകമാണ്, ഭീകരമാണെന്ന് മനസ്സിലാക്കുക. ദക്ഷിണേന്ത്യയിൽ ഈ കള്ളക്കളികളൊന്നും നടക്കില്ല. കളിച്ചാൽ കളിച്ചവൻ്റെ ആപ്പീസ് പൂട്ടുന്ന രീതിയിലുള്ള 8ന്റെ പണി കൊടുക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്കറിയാം. ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ മേഖലകളിലേക്കൊന്നും BJPക്ക് അത്ര എളുപ്പത്തിൽ കടന്നു കയറി അവരുടെ നിലവിലുള്ള അജണ്ട, കേന്ദ്ര നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിൽ ഭരണ തുടർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത കോൺഗ്രസിനുള്ളത്.